നമസ്കാരം. ആലപ്പുഴയിൽ വീട്ടമ്മയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിന് പിന്നിൽ സാമ്പത്തിക ബാധ്യതയെന്ന് വിവരം. കായംകുളം പുളിക്കണക്കിൽ ശ്രീനിലയത്തിൽ രാജേശ്വരിയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ഭർത്താവ് ശ്രീവത്സൻ പിള്ളയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായ വാഹനാപകടത്തെ തുടർന്ന് ഇയാൾക്ക് മാനസിക അസ്വസ്ഥയുള്ളതായും വിവരമുണ്ട്. ഇരുവരും ഒരുമിച്ച് ജീവനൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് ഇരുവരും ജീവനൊടുക്കാൻ ശ്രമിച്ചത്. രാജേശ്വരിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഭർത്താവ് ഇവരുടെ കഴുത്തിൽ ഷാൾ മുറുക്കി. എന്നാൽ ഭാര്യയുടെ കഴുത്ത് മുറുകിയപ്പോൾ വായിൽ നിന്ന് രക്തം വരുന്നത് കണ്ട് ഭയപ്പെട്ട ശ്രീവത്സൻ ആത്മഹത്യാ ശ്രമത്തിൽ നിന്ന് പിന്മാറി. തുടർന്ന് ഇരുവരും വാഹനത്തിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച് റോഡിലെത്തിയെങ്കിലും പേടി കാരണം പിൻവലിഞ്ഞു. തുടർന്ന് വീണ്ടും വീട്ടിലെത്തി മുമ്പ് തീരുമാനിച്ചതുപോലെ ഷാള് കഴുത്തിൽ കുരുക്കി ഇരുവരും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഭാര്യ മരിച്ചതോടെ ഭയന്നുപോയ ശ്രീവത്സൻ പിള്ള വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. ഇവരുടെ 2 പെൺമക്കൾ പൂനെയിൽ ജോലി ചെയ്തു വരികയാണ്. ശ്രീവത്സൻ പിള്ളയും രാജേശ്വരിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. രാജേശ്വരിയുടെ സഹോദരി രാജലക്ഷ്മിയുടെ വീട്ടിലാണ് ഇവർ രാത്രികാലങ്ങളിൽ ചിലവഴിക്കുന്നത്. ഇവിടേക്ക് രാത്രിയിൽ എത്താത്തതിനെ തുടർന്ന് ബന്ധുക്കൾ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് രാജേശ്വരിയെ വാടക വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പോലീസിൽ പരാതി നൽകി. ശ്രീവത്സൻ പിള്ളയുടെ മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ കായംകുളം പോലീസ് ഇയാളെ വെട്ടിക്കോട് നിന്നുമാണ് കസ്റ്റഡിയിലെടുത്തത്.